ഇന്ന് കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്ര ദിനമാണ്. വീട്ടമ്മമാരുടെ വീട്ടിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന 35 വയസ്സിനും 60 വയസ്സിനും മധ്യയുള്ള സ്ത്രീകൾക്ക് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി മാസം 1000 രൂപ വെച്ച് നൽകുന്ന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത ഈ ദിവസം തന്നെ ഇപ്പോൾ അപേക്ഷ ഫൈനലായി അംഗീകരിച്ചിട്ടുള്ള ശരിയായ അപേക്ഷ വന്നിട്ടുള്ള 10 ലക്ഷത്തിലധികം 11 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ ആ പണം എത്തിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾ വീട്ടമ്മമാർ എന്ന് നമ്മൾ പറയുന്ന വീട്ടിൽ പ്രത്യേക ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ജോലിയൊന്നുമായി കണക്കാക്കാത്ത ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു സഹായം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ തന്നെ ഒരു ശക്തിക്ക്, സമാധാനത്തിന്, മുന്നോട്ട് പോക്കിന് ഒരു അടിസ്ഥാനമാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം 11-ാം തീയതി ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം 12 മണിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി. 10 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ തുക വിതരണം നടത്തിയിട്ടുള്ളത്. 10,58,752 പേർക്കാണ് തുക വിതരണം നടത്തിയത്. അവിടെ എല്ലാം അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ 15 ലക്ഷത്തോളം അപേക്ഷകളാണ്, അതായത് 15,88,262 അപേക്ഷകളാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇനിയും 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ഒരു സഹായം അപേക്ഷിച്ചവർക്ക് തന്നെ ലഭിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് പല ആളുകളും വിഷമത്തിലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത് എന്നുള്ളത് ഒരു സൂചനയും ലഭിക്കാതെയാണ് ഇത് വിതരണം നടന്നപ്പോൾ ഈ ആളുകൾക്ക് ലഭിക്കാതെ പോയത്. അപ്പൊ അതിനുള്ള കാരണം എന്തൊക്കെയാണ്, എന്താണ് പരിഹാരം എന്നുള്ളതൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിക്കുന്നതും ക്ഷേമ പെൻഷൻ 1600 നിന്നും 2000 ആക്കി വർദ്ധിപ്പിക്കുന്നതും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുന്നതും. ഇത് പ്രകാരം പെൻഷൻ 2000 ആക്കിയിട്ട് ഇപ്പോൾ 3 മാസം വിതരണം ചെയ്തു. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജനുവരി 20 വിതരണം ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി 11-ാം തീയതിയാണ് വിതരണം ആരംഭിച്ചത്. ഇതിനകം തുക 10,58,752 പേർക്ക് ലഭിച്ചു കഴിഞ്ഞു. 15,88,262 അപേക്ഷകളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവർക്കൊന്നും തുക ലഭിച്ചില്ല. അതിനുള്ള ഒരു കാരണം ഒന്ന്, നിങ്ങളത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നൽകിയിട്ടുള്ള രേഖകളിൽ പേരില് അഡ്രസ്സിലൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ഈ ഒരു സഹായം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അത് വീണ്ടും എഡിറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, സാക്ഷ്യപത്രം നൽകാത്ത ആളുകൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത്, ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നാണോ അപേക്ഷ നൽകിയത്, അല്ലെങ്കിൽ ഏത് സെന്ററിൽ നിന്നാണോ അപേക്ഷ നൽകിയത്, അവിടെ തന്നെ പോയിട്ട് ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് കാണാൻ കഴിയും. റീസൺ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പരിഹരിച്ചുകൊണ്ട് വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക. ഇനി രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ട് അപേക്ഷ നൽകാനുണ്ട് എങ്കിൽ ആദ്യം ആ ഒരു തിരുത്തലുകൾ വരുത്തുക. ഇനി ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആണ് എങ്കിൽ 1 and same സർട്ടിഫിക്കറ്റുകൾ മതി. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതും ഓൺലൈനായി അതേ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നതാണ്. കേന്ദ്രങ്ങളിൽ നിന്നും അപേക്ഷിച്ച് അത് കിട്ടിയിട്ട് അതിനുശേഷം അപേക്ഷിക്കുക. അപ്പോൾ ഇതിനൊന്നും നടന്നാലും കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് എല്ലാ മാസവും 1000 രൂപ ലഭിക്കാനുള്ളതാണ്. അപ്പൊ ഈ മാസത്തേത് മുടങ്ങിപ്പോയത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. തുടർന്നുള്ള മാസങ്ങളിൽ നമുക്കത് മേടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നിരിക്കുകയാണ്. കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഒന്നുകൂടി അറിയിക്കാൻ മറക്കരുത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാര്യം എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ ഈ അപേക്ഷിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം പരമാവധി ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല 31.04 ലക്ഷം ആളുകൾക്ക് ഇതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ അത്രക്ക് ഉണ്ട്, BPL വിഭാഗത്തിൽപ്പെട്ടവർ. എന്നിട്ടും അപേക്ഷ ക്ഷണിച്ചിട്ട് 3 മാസമാകുന്നു. ഇതുവരെ 15 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഇനിയും 16 ലക്ഷത്തിലധികം ആളുകൾ സംസ്ഥാനത്ത് ഇതിന് അപേക്ഷിച്ചിട്ടേ ഇല്ല. അറിയാത്തത് കൊണ്ടോ എന്തെന്ന് അറിയില്ല. അപ്പൊ ഇതുവരെ അപേക്ഷിക്കാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കാം. വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു തുക
ലഭിക്കാതിരിക്കില്ല, അതിന് നിങ്ങൾ അയോഗ്യരാവില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ട് എങ്കിൽ, അതായത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും, അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ടാവും, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടാവും, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടാവും, അവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അല്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഉടനെ അപേക്ഷ സമർപ്പിച്ച് ആ ഒരു തുക നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്ക്.